വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും കളിക്കാനായിട്ട് പോകണമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ സ്കൂൾ ബോയ് റണ്ണവേയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഓക്കെ, ഇന്ന് നമ്മൾ സ്കൂൾ ബോയ് റണ്ണവേയുടെ വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണേന്ന് വെച്ചാൽ ഓക്കെ. സത്യത്തിൽ നമ്മൾ ഈ ഗെയിം മൊത്തത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയതാണ് ഗൈസ്. പക്ഷേ ഇതിലൊരു കോമഡി ആയിട്ടുള്ള ഒരു എസ്കേപ്പും കൂടെ എന്തായാലും ഉണ്ട് ഗൈസ്. ഒക്കെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ആക്ടിൽ തന്നെ ഓക്കെ, അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ എന്തായാലും കംപ്ലീറ്റ് ആവുന്നതാണ്. ഈ ഒരു ഗെയിം മൊത്തത്തിൽ എന്തായാലും കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് എന്തായാലും അതെന്തായാലും ചെയ്യാം. സത്യത്തിൽ ഇതൊരു എസ്കേപ്പായിട്ട് നമുക്ക് എന്തായാലും കരുതാനായിട്ട് പറ്റത്തില്ല. ഇതെന്ന് വെച്ചാൽ ഈ ഗെയിമിലുള്ള ഒരു ബഗ്ഗാണ്. ഓക്കെ, ഒരു അടിപൊളിയായിട്ടുള്ളൊരു കോമഡി സംഭവമാണ്. നമുക്ക് ഒരു സാധനം ഒന്നും തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഒരു റിസ്ക് പോലും നമുക്ക് എടുക്കണ്ട. നമുക്ക് ഇതാണ് നമ്മളെ ഈ ഒരു വീട് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ ഡാഡി മമ്മി നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിങ്ങനെ നേരെ എന്തായാലും സ്പീഡിൽ പോയി നമ്മുടെ ഈ ഒരു ഡോറുകളൊക്കെ ജസ്റ്റ് എന്തായാലും തുറക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ എന്തായാലും ബെല്ലുകളൊക്കെ അടച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഈ മമ്മികളൊക്കെ എന്തായാലും വരട്ടെ, എന്നിട്ട് ആ ഒരു ഡോറുകളൊക്കെ തുറന്ന് വെളിയിൽ ഇറങ്ങട്ടെ. ആ സമയം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ മമ്മികളൊക്കെ പോകണം. നമ്മളെ കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഒന്നും ചെയ്യത്തില്ല. ഡോർ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു വീടിൻ്റെ വെളിയിലായിട്ട് ഇവിടെ ആയിട്ടുണ്ട് ഒരു ഡോറുകളൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ ലോക്കാണ്, പക്ഷേ ഈ ഒരു ഡോറുകളൊക്കെ എന്തായാലും നമ്മുടെ മമ്മികളൊക്കെ എന്തായാലും തുറക്കുന്നതാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഇവിടെ ആയിട്ടുണ്ട് ഒരു ബെല്ലുണ്ടല്ലോ. ഈ ഒരു ബെല്ല് കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഒരു 10-30 പ്രാവശ്യമെങ്കിലും നമ്മളെന്തായാലും അടിക്കണം കേസ്. ഓക്കെ, 10-30 പ്രാവശ്യമൊക്കെ നമ്മളെന്തായാലും അടിക്കുന്ന സമയത്ത് നമ്മുടെ മമ്മിയൊക്കെ നമ്മുടെ മമ്മി കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു ഡോറുകളൊക്കെ എന്തായാലും തുറക്കും. ഓക്കെ, ഡോറുകളൊക്കെ തുറന്നിട്ട് അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകും. ഓക്കെ, ആ സമയത്ത് തന്നെ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ മമ്മി കുറേ ചീത്തൊളിക്കും. ഓക്കെ, നമ്മൾ കുറേ പ്രാവശ്യം ബെല്ലടിക്കണോണ്ട് മമ്മിക്ക് അത് ഭയങ്കര ഇറിറ്റേഷനായി തോന്നി. മമ്മി അവസാനം പ്രാന്തെടുത്ത് കേസ് ഈ ഒരു ഡോറും തുറന്ന് പിന്നെ നമ്മുടെ ഈ വെളിയത്ത് ഈ ചെറിയ ഡോറിൽ ഇതും തുറന്ന് നേരെ നമ്മുടെ കൂട്ടുകാരത്ത് പോകും. ആ സമയത്ത് നമ്മൾ ഈ വഴി കൂടെ പോകണം കേസ്. അതാണ് സംഭവിച്ചത്. ഇത് സത്യത്തിൽ ഒരു എസ്കേപ്പ് അല്ല, ഇതൊരു ബഗ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് എന്തായാലും കുറേ പ്രാവശ്യം എന്തായാലും ബെല്ലടിക്കണം കേട്ടോ, എന്നാലേ മമ്മി ചെറിയ ഡോർ ഉറക്കത്തുള്ളൂ. ഓക്കെ, ഗേറ്റല്ല ചെറിയൊരു ഡോർ. ഓക്കെ, നമ്മളിവിടെ വീണ്ടും എന്തായാലും അയച്ചിട്ടുണ്ട്. ഓക്കെ, മമ്മിക്ക് നല്ല പ്രാന്താവും കേട്ടോ. പക്ഷേ എൻ്റെ പൊന്നെ, മമ്മിക്ക് നല്ല ദേഷ്യം പറഞ്ഞിട്ടുണ്ട് കേസ്. ഓക്കെ, ആരാണ് ഈ ബെല്ലടിക്കണതെന്നൊന്നും ഒരു ഐഡിയ തന്നിട്ടില്ല മമ്മിക്ക്. ഓക്കെ, എന്തായാലും മമ്മി നമ്മളെ കാണില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, മമ്മി ഒരിക്കൽ കിച്ചണിൽ കയറിയാൽ നമുക്ക് എന്തായാലും നമ്മുടെ ബെല്ലടിക്കാൻ പറ്റത്തില്ല. ഇത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. കാരണം വെച്ചാൽ കുറേ സമയം എടുക്കും, പക്ഷെ ഒന്നും പോലും ചെയ്യാതെ നമുക്ക് ഈസി ആയിട്ട് ഒരു ഡോർ എസ്കേപ്പ് അങ്ങ് ചെയ്യാൻ പറ്റും. ഗേറ്റ് എസ്കേപ്പ് അല്ല, ഡോർ എസ്കേപ്പ് അങ്ങ് ചെയ്യാൻ പറ്റും. മമ്മി കിച്ചണിൽ കയറുമ്പോൾ അപ്പോൾ തന്നെ ബെല്ലടിച്ച് ചെയ്തു. ഓക്കെ, പക്ഷേ എൻ്റെ പൊന്നെ മമ്മിക്ക് നല്ല വട്ടായിട്ടുണ്ട് കേസൊക്കെ. മമ്മി അവസാനം കരയും കേസൊക്കെ, ബെല്ലടിച്ച് പ്രാന്തെടുത്ത്. ഓക്കെ, അവസാനം ഗതികെട്ട് നമ്മുടെ ചെറിയൊരു ഡോർ തുറന്നെന്താലും നമ്മുടെ കൂട്ടുകാരെ ചീത്തൊളിക്കാൻ പോകും കേസ്. ആ സമയത്താണ് നമ്മൾ ഓടി രക്ഷപ്പെടേണ്ടതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ പൊളിയാവും കേസ്. ഓക്കെ, ഇത് ജസ്റ്റ് ഇതിലൊരു ബഗ്ഗാണ്. ഓക്കെ, ഇതൊന്നും തന്നെയല്ല. ഓക്കെ, ഇത് സിമ്പിൾ എസ്കേപ്പാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ എന്തായാലും നിൽക്കുക കേസ്. ഓക്കെ, മമ്മി എന്തായാലും അതിൻ്റെ അകത്ത് കയറട്ടെ. ഓക്കെ, നമുക്കെന്തായാലും ബെല്ലടിച്ചിട്ടുണ്ട്. എൻ്റെ മമ്മിക്ക് ഇപ്പോഴേ ദേഷ്യം തുടങ്ങിയിട്ടുണ്ട് കേസ്. മമ്മി ഭയങ്കര സ്പീഡിൽ പോവുകയാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് ആ ഡോറിനെങ്കിൽ നമുക്ക് സുഖമായിട്ടങ്ങ് തുറപ്പിക്കണം ഗൈസ്. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയണത്. ഓക്കെ, മമ്മികളൊക്കെ എന്തായാലും അകത്ത് കയറുന്നുണ്ട്. പോ മമ്മി. ഓക്കെ, ഒരിക്കൽ കൂടെ ചെയ്യാം. പക്ഷെ എൻ്റെ പൊന്നെ മമ്മി കയറിയതല്ല, അപ്പം തന്നെ എന്തായാലും ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ മമ്മി തുറക്കണില്ലല്ലോ, അതെന്താണ്. ഓക്കെ, കുറേ പ്രാവശ്യം നമ്മൾ ആക്കണം കേട്ടാ. ഓക്കെ, നമ്മളെന്തായാലും കുറേ നേരമായിട്ട് നമ്മളെ മമ്മികളൊക്കെ എന്തായാലും വട്ടാക്കി കൊണ്ടെന്തായാലും ഇരിക്കുകയാണ് കേട്ടോ. നമ്മളെ മമ്മി കയറുമ്പോൾ അപ്പം തന്നെ നമ്മളെന്തായാലും ബെല്ലടിക്കും. ഓക്കെ, നമ്മളെ പിന്നെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലല്ലോ, ഇച്ചിരി റിസ്ക് ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്തെല്ലാം വെറുതെ. ഓക്കെ, മമ്മികളൊക്കെ എന്തായാലും പോകുന്നുണ്ടോ, നമുക്ക് എന്തായാലും അടുത്ത ബെല്ലടിക്കാം. മമ്മിക്ക് നല്ല വട്ടായി കേട്ടോ. മമ്മി ഒന്ന് തുറക്ക്, എന്നാൽ ഞാൻ മമ്മിയെ ശല്യം ചെയ്യില്ലല്ലോ. ഇപ്പോഴും തുറക്കണില്ല, ഇതെന്താ അവസ്ഥയാണല്ലേ. മമ്മി നിങ്ങൾക്കൊന്ന് തുറന്നുകൂടെ, എൻ്റെ കൂട്ടുകാരെ പോയി ചീത്ത വിളിച്ചൂടെ, ഞാൻ വഴി കറങ്ങി പോയായിരുന്നു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി നിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ മമ്മി ഡോർ അടച്ച് പൂട്ടും. അവസാനം നമ്മൾ കിച്ചണിൻ്റെ ഡോർ വഴി കയറേണ്ടി വരും. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ മമ്മിയുടെ അവസ്ഥയല്ലേ. മമ്മി ഒന്ന് ഡോർ എന്നിട്ട് പോയി എൻ്റെ കൂട്ടുകാരെ ചീത്തോളൂ അല്ലെങ്കിൽ അടിക്കി. അപ്പം ഞാൻ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കോളാം. ഞാൻ നോക്കിക്കോ, മമ്മി ഡോർ അടയ്ക്കുമ്പോൾ അപ്പം തന്നെ ഞാൻ ബെല്ലടിക്കും. നോക്കിക്കോ, മമ്മി കാണാത്തോണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പം തന്നെ ഈ ഒരു ആഡ് വന്നു ഗൈസ്. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് മമ്മിയെ പ്രാന്താക്കിയേ പറ്റുമോ. എൻ്റെ പൊന്നെ മമ്മിക്ക് നല്ല ദേഷ്യം പറഞ്ഞു കേട്ടാ. മമ്മി ഒന്ന് തുറക്ക് മമ്മി. എൻ്റെ പൊന്നെ, നമ്മുടെ ഈ ഒരു ആൻഡ്രൂവിൻ്റെ അമ്മയല്ലേ ഈ ഒരു മമ്മി. ഇവർ ഇത്രയും ബെല്ലടിച്ചിട്ടൊന്നും തുറങ്ങില്ല, പ്രാന്താണെന്ന് തോന്നുന്നു കേസ്. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ ഒന്ന് തുറക്ക് മമ്മി. പക്ഷെ എൻ്റെ പൊന്നെ ഇപ്പോഴെങ്കിലും തുറക്ക് പ്ലീസ്. ഇല്ല, തുറന്നില്ല.
സത്യത്തിൽ ഇതൊരു സൂപ്പർ എസ്കേപ്പാണ് കേട്ടോ. ഭയങ്കര ഒരു കോമഡി ആയിട്ടുള്ള സംഭവമാണ്. ഒരു ബഗ് പോലത്തെ ഒരു സംഭവം എന്നാണെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടാണ് ചെയ്യണേന്ന് പറയണം. ഓക്കെ, ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്ട് 1 കംപ്ലീറ്റ്. പിന്നെ ആക്ട് 1 ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഓക്കെ, ജസ്റ്റ് ഒരു ട്രിക്ക് പോലത്തെ സംഭവമാണ്. ഓക്കെ, ആർക്കെങ്കിലും മറ്റൊരു എസ്കേപ്പ് ചെയ്യാൻ പാടാണെങ്കിൽ ഇത് ചെയ്താൽ മതി കേട്ടോ. പക്ഷെ കുറേ സമയം എടുക്കുക, അത് നിങ്ങളെന്തായാലും ചെയ്താൽ മതി. ഓക്കെ, നമുക്കിതിലൊന്നും ചെയ്യണ്ട, നമ്മുടെ PC പോലും നമുക്ക് പാസ്വേഡ് മാറ്റണ്ട. അത്രയും എളുപ്പമാണ്. ഇങ്ങനെ ചുമ്മാ 7 പ്രാവശ്യം ബെല്ലടിച്ചെടുത്താൽ മതി. തുറക്ക മമ്മി. ഈ മമ്മി എന്താണെന്നൊക്കെ എന്തായാലും നമ്മുടെ ഫ്രണ്ടിലത്തെ ചെറിയൊരു ഡോറുകളൊക്കെ തുറക്കണേ. നമ്മൾ എത്ര പ്രാവശ്യം ബെല്ലടിച്ച് എന്നിട്ട് അവർ തുറക്കണമല്ലോ, അവർക്ക് വട്ടാണില്ലേ. പക്ഷെ എൻ്റെ ഇനി ഇഷ്ടം പോലെ വർഷം ഞാൻ ഇതടിക്കും. ഓക്കെ, ഒരു മാറ്റമില്ല. എൻ്റെ അമ്മ നല്ല രീതിക്ക് ഭ്രാന്താവുന്നുണ്ട് കേട്ടോ. മിക്കവാറും തുറക്കാൻ ചാൻസ് ഉണ്ട്. യെസ്, ഇതാണ് കറക്റ്റ് സമയം ഗൈസ്. നമ്മളങ്ങനെ എസ്കേപ്പ് ആയേക്കാണ് ഗൈസ്. ഒക്കെ മമ്മി താണ്ട ഓടിപ്പോവാണ്. എന്നിട്ട് ചീത്ത കളിക്കുമായിരിക്കും മിക്കവാറും നമ്മുടെ കൂട്ടുകാരെ. പക്ഷെ എനിക്കറിയാൻ പാടില്ല. നമുക്കിതിലേ കൂടെ എസ്കേപ്പ് ആവാൻ കഴിച്ചാൽ അല്ലെങ്കിൽ നമ്മളെയും കൂടെ പിടിച്ചെടുത്തു. പക്ഷെ എൻ്റെ പൊന്നെ കോമഡി സംഭവമാണ്. അയ്യോ, ഇവിടെ സ്റ്റക്കായി. നമ്മുടെ കൂട്ടുകാരെ നല്ല രീതിക്ക് വഴക്ക് പറയുന്നതുകൊണ്ട് ചീത്ത കളിക്കുകയുണ്ട്. ഓക്കെ, നമുക്ക് ഈ വഴി പോകാൻ കഴിച്ച കോമഡി എസ്കേപ്പ് വേണ്ട. ഒറ്റയടിക്കാൻ ഈ സാധനം കംപ്ലീറ്റ് ആക്കി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു ഗെയിം കളിക്കുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം സൂപ്പറാണ്. ഓക്കെ, ആക്ട് 3 ആക്ട് 2 ഒക്കെ നമുക്ക് കളിക്കണം, എന്നാലേ രസമുള്ളൂ. പക്ഷേ എൻ്റെ നമ്മളെ മമ്മിയെ ഫുള്ളാക്കി കേസ്. ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് ഡാഡിയെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഓക്കെ, അതെന്തോ കൊള്ളാം. ഓക്കെ, ഇനി ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വല്ല ബഗ്ഗോ വല്ല ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ആക്ട് 1 ഓക്കെ, പിന്നെ എല്ലാവരും നമ്മുടെ ചാനലുകളൊക്കെ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ എന്തായാലും ചെയ്യണം. നമ്മുടെ സെക്കൻഡ് ചാനൽ എല്ലാം സബ്സ്ക്രൈബ് തന്നെ ചെയ്യണം. സെക്കൻഡ് ചാനൽ ഇപ്പോൾ ഏകദേശം 30 സബ്സ്ക്രൈബേഴ്സുകളൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മെയിൻ ചാനലുകളൊക്കെ എന്തായാലും 960 സബ്സ്ക്രൈബേഴ്സുകളൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് 1K എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. എല്ലാവരും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യാം നമ്മുടെ 2 ചാനൽ. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും വീഡിയോസുകളൊക്കെ എന്തായാലും മറക്കാതെ തന്നെ കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൂട്ടുകാരത്തൊക്കെ മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ അടുത്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ പറഞ്ഞു. എല്ലാ പൊളി വീഡിയോസാണ്. നമ്മൾ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ ആണെങ്കിൽ നമ്മുടെ ഏതാണ് ഇന്ത്യൻ ബാഗ് ഡ്രോയിങ് 3Dയുടെ ഒരു സ്റ്റോറി വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ആരെങ്കിലും കാണാത്തവരുണ്ടായി പോയി കാണും. ഓക്കെ, കുറേ പേരൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ ഇട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം ഗുഡ് ബൈ.